ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമുക്കിനി ഇൻഷാ അല്ലാഹ് പാഠത്തിലേക്ക് പോകാം. അപ്പോൾ ബദൽ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇസ്മു ഇഷാരയ്ക്ക് ശേഷമുള്ള ഇസ്മിന് അലിഫ് ലാം ഉണ്ടെങ്കിൽ ആ ഇസ്മിനാണ് ബദൽ എന്ന് പറയുക. നമ്മൾ പഠിച്ച ഇസ്മു ഇഷാരകൾ ഏതൊക്കെ? ഹാദ, ഹാസിഹി, സാലിക്ക, തിൽക്ക. ഓക്കെ, ഈ ഇസ്മു ഇഷാരകളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ ഇസ്മു ഇഷാരകൾ വന്നാൽ അതിന് ശേഷമുള്ള ഇസ്മിന് അലിഫ് ലാം ഉണ്ടാകുമ്പോൾ ആ ഇസ്മിനാണ് ബദൽ എന്നാണ് ഈ പാഠത്തിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കിനി പാഠത്തിലേക്ക് പോകാം. നമുക്ക് ഓരോ സെൻറ്റൻസും ഇൻഷാ അല്ലാഹ് ക്വസ്റ്റ്യൻ ഒഴികെ, ചോദ്യം ഒഴികെ ഓരോ സെൻറ്റൻസും ഹല്ല് ചെയ്യാം അർത്ഥം പറഞ്ഞതിന് ശേഷം. ഹാദർ റജുലു താജിറുൻ വദാലിക റജുലു തബീബുൻ. ഈ പുരുഷൻ കച്ചവടക്കാരനാണ്, ആ പുരുഷൻ ഡോക്ടറുമാണ്. ഹാദ നമുക്കറിയാം. അപ്പോൾ ഇത് ഏത് ജുംലയാണ്? ഫീലിയാണോ ഇസ്മിയാണോ? ഇസ്മിയാണ്. കാരണം എന്താ? ഇസ്മു കൊണ്ടാണ് ഈ ജുംല ആരംഭിക്കുന്നത്. അതുകൊണ്ട് ജുംല ഇസ്മിയ. ഏത് ഇസ്മു കൊണ്ടാണ് തുടങ്ങുന്നത്? ഇസ്മു ഇഷാര. ഓക്കെ, ഹാദ. അപ്പോൾ ഇത് ജുംല ഇസ്മിയാണ്. അപ്പോൾ ഇതിനകത്ത് രണ്ട് ജുംലകളുണ്ട്. വാ കൊണ്ട് കണക്ട് ചെയ്ത്. വാ എന്ന് പറഞ്ഞാൽ ആൻഡ്, മലയാളത്തിൽ എന്ന് പറയുന്നത് വാ. അപ്പോൾ ഇവിടെ വാ കൊണ്ട് ഉദ്ദേശം ആണ്, ആൻഡ്. അപ്പോൾ രണ്ട് ജുംലകളുണ്ട്. അപ്പോൾ ആദ്യത്തെ ജുംല സെൻറ്റൻസിനെ നമുക്ക് ഹല്ല് ചെയ്യാം. ഹാദ മുബ്തദഉൻ മർഫൂൻ. അപ്പോൾ ഹാദ ഇസ്മു ഇഷാരയാണ്, അത് മുബ്തദയാണ്, മുബ്തദഉൻ. കാരണം എന്താ? അതാണ് ആരംഭിക്കുന്ന ഇസ്മ. ആരംഭിക്കുന്ന ഇസ്മ ആയതുകൊണ്ടാണ് മുബ്തദഉൻ എന്ന് പറയുന്നത്. അതിൻ്റെ അടയാളം എന്താ? മർഫൂൻ, ലമ്മത്ത്. ലമ്മത്ത് കൊണ്ട് റഫ് ചെയ്തത്, അതുകൊണ്ട് മർഫൂ. അപ്പോൾ പക്ഷെ നമുക്ക് ലമ്മത്തിൻ്റെ അടയാളം കാണുന്നുണ്ടോ? ഹാദ ലമ്മത്തുണ്ടോ? ഇല്ല. കാരണം എന്താ? മബിനി. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ മബിനി ഉള്ള കലിമകൾക്ക് നമ്മൾ എഴുതുമ്പോൾ ആ അടയാളം ഉണ്ടാവില്ല. പക്ഷേ നമ്മളെ മനസ്സിലുണ്ടാകണം അവിടെ ലമ്മത്താണ്, മർഫു ആണ്. കാരണം എന്താ? ഇത് മുബ്തദയാണ്. മുബ്തദയുടെ നിയമം എന്താ? മുബ്തദഉൻ എപ്പോഴും മർഫു ആയിരിക്കും. മുബ്തദഉൻ എപ്പോഴും മർഫു ആയിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക. മുബ്തദക്ക് ശേഷമുള്ള ഇസ്മിന് അലിഫ് ലാം ഉണ്ട്. അപ്പോൾ അത് ബദലാണ്, ഖബറല്ല. ബദലാണ്, ഖബറല്ല. കാരണം എന്താ? അർത്ഥം എന്താ വരാം? ഈ പുരുഷനേ വരുള്ളൂ. അപ്പോൾ സെൻറ്റൻസ് കംപ്ലീറ്റ് അല്ല, ജുംല മുഫീദ അല്ല. അപ്പോൾ അർ റജുലു ബദൽ. ഓക്കെ, അർ റജുലുൻ്റെ അടയാളം എന്താ? ലമ്മത്ത്, മർഫു. കാരണം എന്താ? നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. മറ്റേ ബദലിന് മുമ്പുള്ള ഇസ്മിന് എന്താണോ അടയാളം, അതേ അടയാളമായിരിക്കും ബദലിന്. അപ്പോൾ ബദലിന് മുമ്പുള്ള ഇസ്മു ഇഷാര എന്താ അടയാളം? മർഫു. കാരണം എന്താ? മുബ്തദഉൻ. അപ്പോൾ അത് മർഫു ആകുമ്പം, അതിൻ്റെ അടയാളം ലമ്മത്താകുമ്പം ആ റജുലിനും എന്തായിരിക്കും അടയാളം? മർഫു, ലമ്മത്ത്. അതുകൊണ്ടാണ് ഹാദർ റജുലു എന്ന് പറയുന്നത്. ഹാദർ റജുല എന്ന് പറയാൻ പാടില്ല, ഹാദർ റജുലി എന്ന് പറയാൻ പാടില്ല. പിന്നെന്തേ പറയാൻ പാടുള്ളൂ? ഹാദർ റജുലു. താജിറുൻ കച്ചവടക്കാരനാണ്. അപ്പോൾ താജിറിനാണ് ഖബർ. നമുക്ക് ആ വാർത്ത കിട്ടി, ആ പുരുഷനെക്കുറിച്ചുള്ള വാർത്ത കിട്ടി, ഖബർ കിട്ടി. അപ്പോൾ താജിറുൻ, താജിറുൻ ഖബറാണ്. ഒറ്റ വാക്കിൽ വരുന്ന ഖബർ. ഓക്കെ, ഖബർ 5 ടൈപ്പ് ഉണ്ട്. അതിൽ ഒരു ടൈപ്പ് എന്താ? ഒറ്റ വാക്കിൽ, ഒറ്റ കലിമയിൽ വരുന്ന ഖബർ. അതിൻ്റെ അടയാളം എന്തായിരിക്കും? മർഫൂ, ലമ്മത്ത്. അപ്പോൾ എന്താണ്? താജിറുൻ എന്നാണ് പറയാം. ഓക്കെ, കാരണം ഒറ്റ വാക്കിലുള്ള ഖബർ മർഫൂ ആയിരിക്കും. ഇവിടെ താജിറിന് എന്തുകൊണ്ടാണ് തൻവീൻ? അർ റജുലു അതിനെന്തുകൊണ്ട് തൻവീൻ ഇല്ല? അതും നമ്മൾ പഠിച്ചതാണ്.
അലിഫ്ലാമ് വന്നാൽ തൻവീന് പോകും. അലിഫ്ലാമ് വന്നാൽ തൻവീന് പോകും. താജുറിന് അലിഫ്ലാമുണ്ടോ? ഇല്ല. അപ്പോൾ താജുറിന് അലിഫ്ലാം ഇല്ലാത്തത് കൊണ്ട് അതിനെന്തുണ്ടാവും? തൻവീന് ഉണ്ടാകും. വ നമുക്കറിയാം ഹർഫു അത്ഫിൻ. ദാലിക റജുലു തബീബുൻ, ആ പുരുഷൻ ഡോക്ടറും ആണ്. അപ്പോൾ ആ വന്നുകൊണ്ട് ഡോക്ടറും ആണ്. അപ്പോൾ ദാലിക ഇവിടെ എന്താ? ദാലിക്കനെ കൊണ്ടാണ് ഈ സെൻറ്റൻസ് തുടങ്ങുന്നത്, ആരംഭിക്കുന്നത്. അപ്പോൾ ദാലിക മുബ്തദഉൻ മർഫൂൻ. മർഫൂൻ്റെ അടയാളമുണ്ടോ? ലമ്മത്തിൻ്റെ അടയാളമുണ്ടോ? ഇല്ല. കാരണം എന്താ? ദാലിക മബിനിയാണ്. മബിനിക്ക് എഴുതുമ്പോൾ അടയാളം എഴുതൂല, പക്ഷേ നമ്മളെ മനസ്സിലാണ് ആ അടയാളം ഉണ്ടാകണം. എന്തുകൊണ്ട് മർഫു? നമുക്കറിയാം മുബ്തദ ആയതുകൊണ്ട് മുബ്തദ എപ്പോഴും മർഫു ആയിരിക്കും. അതിന് ശേഷം വരുന്ന ഇസ്മ എന്താ? അലിഫ്ലാമുണ്ട്. അപ്പോൾ അതെന്താ? ബദൽ. അപ്പോൾ അതാണ് ബദൽ. അപ്പോൾ അർ റജുലു എന്ന് പറയാം. എന്തുകൊണ്ട്? കാരണം ദാലിക ലമ്മത്തായതുകൊണ്ട് അർ റജുലു എന്തായിരിക്കും? ലമ്മത്ത് ആയിരിക്കും. പിന്നെ എന്തുകൊണ്ട് തൻവീനില്ല? അലിഫ്ലാമ് വന്നുകൊണ്ട്. അലിഫ്ലാം ഉണ്ടാകുമ്പോൾ തൻവീന് ഉണ്ടാവില്ല. തബീബിന് എന്താ? ഖബർ. ഖബറുൻ മർഫൂൻ. എന്തുകൊണ്ടാണ് മർഫൂ? നമുക്കറിയാം ഒറ്റ വാക്കിൽ വരുന്ന കലിമ ഖബർ അത് മർഫൂ ആയിരിക്കും. എന്തുകൊണ്ട് തൻവീൻ തബീബുൻ എന്നുള്ളത്? കാരണം അലിഫ്ലാം ഇല്ല. ഇനി അടുത്ത സെൻറ്റൻസിലേക്ക് പോകാം. ഇസ്മു താജിരി മെഹ്മൂദൻ, കച്ചവടക്കാരൻ്റെ പേര് മെഹ്മൂദാണ്. വസ്മു തബീബി സഈദുൻ, ഡോക്ടറുടെ പേരും സഈദാകുന്നു. അപ്പോൾ ഇവിടെയും രണ്ട് സെൻറ്റൻസസ് ജുംലകളുണ്ട്, ജുംലത്താനി. അപ്പോൾ അത്താജിറു, അത്താജിറു ഇസ്മു താജിരി മെഹ്മൂദുൻ, ഇസ്മു താജിരി മെഹ്മൂദുൻ. അപ്പോൾ കച്ചവടക്കാരൻ്റെ പേര് എന്ന് പറയുമ്പോൾ എന്താ? മുലാഫ് മുലാഫില് അല്ലേ? ജുഡേ എന്നോ ഇൻ്റെ എന്നോ നമ്മൾ പരിഭാഷയിൽ വരുമ്പം അതെന്താണ്? മുലാഫ് മുലാഫില്. ഇസ്മു താജിരി മുലാഫ് മുലാഫിലിൻ്റെ പ്രത്യേകത എന്താ? ഇവിടെ ഇസ്മാണ് മുലാഫ്, അത്താജിരിയാണ് മുലാഫിലെ. ഓക്കെ. അപ്പോൾ മുലാഫിൻ്റെ പ്രത്യേകത എന്താ? ഇസ്മ ശ്രദ്ധിക്കാം. മുലാഫിന് അലിഫ്ലാം ഉണ്ടാവില്ല, ഒന്ന്. രണ്ട്, മുലാഫിന് തൻവീൻ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇസ്മു എന്നേ പറയും. അൽ ഇസ്മു എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അൽ ഇസ്മു താജിരി എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അല്ലെങ്കിൽ തൻവീന് വെച്ചിട്ട് ഇസ്മുൻ അത്താജിരി എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഓക്കെ. അപ്പോൾ ഇസ്മു എന്നേ പറയാൻ പാടുള്ളൂ മുലാഫായിട്ട് വരുമ്പോൾ. കച്ചവടക്കാരൻ്റെ പേര് എന്ന് പറയുമ്പോൾ ഇസ്മു താജിരി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തേ പറയാൻ പാടുള്ളൂ? ഇസ്മിന് അലിഫ്ലാം ഇടാൻ പാടില്ല, ഇസ്മിന് തൻവീന് ഇടാൻ പാടില്ല. അപ്പം നമുക്കിനി ഇത് ഹല്ല് ചെയ്യാം. അപ്പോൾ കച്ചവടക്കാരൻ്റെ പേര് മെഹ്മൂദ്, ഇത് നമുക്ക് ഹല്ല് ചെയ്യാം. അപ്പോൾ ഇത് ജുംല ഇസ്മിയാണ്. കാരണം എന്താ? ഇസ്മ കൊണ്ട് തുടങ്ങുന്ന ജുംലയാണ്. അപ്പോൾ ഇസ്മാണ് മുബ്തദഉൻ മർഫൂൻ അല്ലേ? അതിൻ്റെ അടയാളം മർഫൂവാണ്, ഇസ്മു എന്ന് കാണാം. പിന്നെ അതെന്തും കൂടിയാണ്? വഹുവ മുലാഫ്, വഹുവ മുലാഫ്. അത്താജിരി മുലാഫിലി, മുലാഫിലിൻ്റെ അടയാളം എന്താ? കസർ. മുലാഫിൽ എപ്പോഴും കസറായിരിക്കും. അപ്പോൾ കച്ചവടക്കാരൻ്റെ പേര്, മുഹമ്മദിൻ്റെ ബുക്ക്, കിതാബു മുഹമ്മദിൻ. മുഹമ്മദിൻ്റെ ബുക്ക് എങ്ങനെ എഴുതാം? പറയാം, കിതാബു മുഹമ്മദിൻ. അപ്പോൾ ആ മുലാഫിൽ എപ്പോഴും എന്തായിരിക്കും? മജ്റൂർ ആയിരിക്കും. അപ്പോൾ അത്താജിരി മുലാഫിൽ മജ്റൂർ. അപ്പോൾ ഇസ്മു മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ് അത്താജിരി മുലാഫിൽ മജ്റൂർ. ഇവിടെ പിന്നെ അത്താജിരിക്ക് അലിഫ്ലാമ് കണ്ടാൽ ഇത് ബദലെന്ന് പറയരുത് കേട്ടോ. കാരണം എന്താ? അത്താജിരിക്ക് മുമ്പുള്ളത് ഇസ്മെന്നാണ് പേര്, താജിറിൻ്റെ പേര്. അത് ഇസ്മു ഇഷാര അല്ല, ചൂണ്ടുന്ന ഹാദ ഹാദിഹി ദാലിക തിൽക്ക അല്ല. ശ്രദ്ധിക്കണം. ഹാദ ഹാദിഹി ദാലിക തിൽക്ക, ഇനിയും കുറേ ഇസ്മു ഇഷാരകളുണ്ട്. അങ്ങനത്തെ ഇസ്മു ഇഷാരകൾ വന്നിട്ട് ശേഷം അലിഫ്ലാമുള്ള ഇസ്മു വന്നാൽ അതിനാണ് ബദൽ എന്ന് പറയുക. ഇവിടെ താജിർ ബദലല്ല. കാരണം എന്താ? താജിറിന് മുമ്പ് ഇസ്മു ഇഷാര അല്ല, ഓക്കെ, ഒരു ഇസ്മാണ്. അപ്പോൾ ഇസ്മു താജിരി മെഹ്മൂദ്. അപ്പോൾ നമുക്ക് എന്താ വാർത്ത കിട്ടിയ? കച്ചവടക്കാരൻ്റെ പേര് എന്താണ്? മെഹ്മൂദ്. അപ്പോൾ മെഹ്മൂദാണ് ഖബർ. ഖബറുൻ മർഫൂൻ, ഖബറുൻ
മർഫൂൻ. ഒറ്റ വാക്കിൽ വന്ന ഖബർ കലിമ. ആ കലിമ ഒറ്റ വാക്കിൽ വരുമ്പോൾ ആ ഖബറിന് എന്തായിരിക്കും അടയാളം? മർഫൂൻ, ലമ്മത്തായിരിക്കും. മെഹ്മൂദുൻ, മെഹ്മൂദിന്നോ മെഹ്മൂദെന്നോ പറയാൻ പാടില്ല. പിന്നെ വാ ഹർഫു അത്തഫ്. വാ എന്താണ്? ഹർഫ്. നമുക്ക് ഏതൊരു കലിമ കിട്ടിയാലും അറിയാലോ അത് ഇസ്മാണോ ഫീലാണോ ഹർഫാണോ എന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ഏതൊരു കലിമ കിട്ടിയാലും ഏതൊരു വേർഡ് കിട്ടിയാലും അത് ഇസ്മാണോ ഫീലാണോ ഹർഫാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ പഠിക്കണം. അപ്പോൾ വാ ഏതിലാണ് പെടുത്തിയത്? വാ ഹർഫാണ്, ഇസ്മല്ല ഫീലല്ല. വസ്മു തബീബി സഈദുൻ, ഡോക്ടറുടെ പേര് സഈദുമാകുന്നു. അപ്പോൾ ഇവിടെ ഇസ്മ എന്താ? മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ്. കാരണം എന്താ? ഡോക്ടറുടെ പേര് എന്ന് വന്നു. അപ്പോൾ യുടെ ഇൻ്റെ എന്നുള്ള പരിഭാഷ വന്നാലാണ് മുലാഫ് മുലാഫിലെ. ഓക്കെ, മുലാഫ് മുലാഫിലെ. അപ്പോൾ ഇസ്മുത്ത് തബീബി ഡോക്ടറുടെ പേര്. നേരത്തെ വായിച്ചതോ? ഇസ്മുത്ത് താജിരി കച്ചവടക്കാരൻ്റെ പേര്. അപ്പോൾ ഇൻ്റെ യുടെ എന്ന് പറഞ്ഞാൽ എപ്പോൾ എന്തായിരിക്കും? മുലാഫ് മുലാഫിലെ. ഈ മുലാഫ് മുലാഫിലെ ഒരു ജുംല അല്ല കേട്ടോ, ജുംല മുഫീദയല്ല. ഓക്കെ, മുലാഫ് മുലാഫിലെ ജുംല മുഫീദയല്ല. കാരണം മുബ്തദയും ഖബറും ഉണ്ടെങ്കിൽ ജുംല ഇസ്മിയ മുഫീദ ആവുകയുള്ളൂ. അപ്പോൾ വസ്മു തബീബി സഈദുൻ. അപ്പോൾ ഇസ്മ എന്താ? മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ്. അത്തബീബി മുലാഫിലെ മജ്റൂർ. ഉണ്ടോ? മുലാഫിൽ എപ്പോഴും മജ്റൂർ ആയിരിക്കും, കസറായിരിക്കും. മജ്റൂർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടയാളം കസറായിരിക്കും. സഈദുൻ എന്താ? അതിൻ്റെ വാർത്ത, ഖബർ, ഒറ്റ വാക്കിൽ വരുന്ന ഖബർ. അപ്പോൾ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ എന്തായിരിക്കും? മർഫൂ ആയിരിക്കും, ലമ്മത്തായിരിക്കും, തൻവീനുണ്ട്. സഈദുൻ, സഈദെന്നോ സഈദിന്നോ പറയാൻ പാടില്ല. നമുക്ക് അടുത്ത സെൻറ്റൻസിലേക്ക് പോകാം ഇൻഷാ അല്ലാഹ്. ഹാദൽ ബൈത്തു ലിത്താജിരി വദാലിക്കൽ ബൈത്തു ലിത്തബീബി. അപ്പോൾ രണ്ട് ജുംലകളും തുടങ്ങുന്നത് ആരംഭിക്കുന്നത് ഇസ്മു കൊണ്ട്. അപ്പോൾ ജുംല ഇസ്മിയ. അപ്പോൾ മുബ്തദ വേണം, ഖബർ വേണം. ഏതാ മുബ്തദ? സെൻറ്റൻസ് ആരംഭിക്കുന്നത്, അതിനാണ് മുബ്തദ. സെൻറ്റൻസ് ആരംഭിക്കുന്നത് ഇസ്മു ഇഷാരനെ കൊണ്ടാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഇസ്മു ഇഷാരയ്ക്ക് ശേഷം അലിഫ് ലാം ഉണ്ടോ? ഉണ്ട്, അൽ ബൈത്തു. അപ്പോൾ അത് ബദലാണ്. ഇവിടെ ബദൽ വരും, കാരണം ഇസ്മു ഇഷാര വന്നു. അപ്പോൾ ഹാദ മുബ്തദഉൻ മർഫൂൻ, മബനിയാണ്, അതുകൊണ്ട് നമ്മത്തിൻ്റെ അടയാളം കാണൂല. അൽ ബൈത്തു ബദൽ, അൽ ബൈത്തു എന്ന് പറയണം, മർഫുവാണ്. കാരണം ഹാദ മുബ്തദയാണ്ട് നമ്മത്ത് വന്ന് മർഫുവായി. അപ്പം ബദലു അൽ ബൈത്തു മർഫുവായി, ബദൽ മർഫുവായി. ലി താജിരി, ലി എന്താ? നമ്മൾ പഠിച്ചത് ഹർഫു ജർ. താജിറിൻ്റെ എന്ന് പറയാം. അപ്പോൾ ഇൻ്റെന്ന് ഇങ്ങനെയും പറയാം. മുലാഫിലെ വെച്ചിട്ടും ഇൻ്റെ എന്നുള്ള അർത്ഥത്തിൽ പറയാം. പിന്നെ കച്ചവടക്കാരൻ്റേതെന്ന് പറയാനും ലീ എന്നുള്ള ഹർഫ് ഉപയോഗിക്കാം. അപ്പോൾ ലി താജിരി, കച്ചവടക്കാരൻ്റെ. പക്ഷെ ഇവിടെ മുലാഫിലെ അല്ല. പിന്നെയോ ലി ഹർഫു ജറായതുകൊണ്ട് ലി ഹർഫു ജർ എന്ന് പറയും. കസറായി ജറിൻ്റെ ഹർഫ്, അതായത് കസർ. ലി താജിരി, താജിരി എന്താ? ഇസ്മ മജ്റൂർ. കാരണം ഹർഫു ജർ വന്ന അതിന് ശേഷം എന്തായിരിക്കും? ഇസ്മ മജ്റൂർ. താജിർ ഇസ്മാണോ? ഇസ്മാണ്. മജ്റൂറാണോ? മജ്റൂറാണ്. ലി താജിരി. അപ്പോൾ ഹർഫു ജർ. അപ്പോൾ ഇതെങ്ങനെ പറയാം? നമ്മൾ പഠിച്ചതാണ്. ഹർഫു ജർ ഇസ്മു മജ്റൂർ. അതിന് ഷോർട്ടാക്കിയിട്ട് എങ്ങനെ പറയാം? ജാറും വ മജ്റൂറുൻ. ഷിബുഹു ജുംല, കാരണം ഇതൊരു ഫ്രേസാണ്. ഖബർ, ഇത് ഖബറാണ്. ഇതിൻ്റെ ഖബർ ഹാദൻ്റെ ഖബർ. അപ്പോൾ ഹാദ മുബ്തദഉൻ മർഫൂൻ അൽ ബൈത്തു ബദൽ ലി താജിരി ഹർഫു ജർ ഇസ്മു മജ്റൂർ ജാറും വ മജ്റൂർ ഷിബു ജുംല ഖബർ. വ ഹർഫു അത്തഫ്. പിന്നെ ദാലിക്കൽ ബൈത്തു ലി തബീബി, ആ വീട് ഡോക്ടറിൻ്റെതുമാണ്, ആ വീട് ഡോക്ടറിൻ്റെതുമാണ്. അപ്പോൾ ദാലിക്ക എന്താ? മുബ്തദഉൻ മർഫൂൻ. കാരണം മുബ്തദ എപ്പോഴും മർഫു ആണ്. പക്ഷേ എഴുതുമ്പോൾ ദാലിക്കാന്ന് എഴുതാം, ദാലിക്കൂന്ന് എഴുതൂല. കാരണം എന്താ? മബനിയാണ്, മബനി മാറൂല. സാലിക്ക് എപ്പോഴും സാലിക്കായിരിക്കും. ഇപ്പം മുഹമ്മദുന്നാകാം, മുഹമ്മദന്നാകാം, മുഹമ്മദിന്നാകാം. കാരണം അതെന്താണ്? അതിന് മുറബ് എന്ന് പറയും. അത് മാറും, ഓരോ ഫങ്ഷൻ അനുസരിച്ച് മാറും. ദാലിക്കയോ
അതേ ഫങ്ഷൻസ് വരുമ്പോൾ മാറൂല, എപ്പോഴും സാലിക്കായിരിക്കും. അപ്പോൾ ഇവിടെ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് സെൻറ്റൻസ് ആരംഭിക്കുന്ന മുബത്തതയായതുകൊണ്ട് അതിൻ്റെ അടയാളം എന്തായിരിക്കും? മർഫൂ ആയിരിക്കും, ലമ്മത്തായിരിക്കും. അപ്പോൾ സാലിക്ക ഇസ്മു ഇഷാരയാണ്. അതിന് ശേഷമുള്ള ഇസ്മിന് അലിഫ്ലാമുണ്ടോ? ഉണ്ട്. അപ്പോൾ അതെന്താ? ബദലാണ്, ഖബറല്ല. പിന്നെ അതിൻ്റെ അടയാളം എന്തായിരിക്കണം? അൽ ബൈത്തു എന്നിരിക്കണം. അൽ ബൈത്ത എന്ന് പറയാൻ പാടില്ല, അൽ ബൈത്തി എന്ന് പറയാൻ പാടില്ല, അൽ ബൈത്തു. കാരണം എന്താ? സാലിക്ക മർഫു ആയതുകൊണ്ട് ലമ്മത്താണ് അതിൻ്റെ അടയാളം. അപ്പം ബൈത്തു എന്താവും? അതും അൽ ബൈത്തു എന്നാവും, മർഫു ആവും. ലിത്തബീബി ഡോക്ടറുടേതാണ്, ഡോക്ടറിൻ്റെതാണ്. അപ്പോൾ ലി എന്താ? ഹർഫു ജർ. തബീബി എന്താ? ഇസ്മ മജ്റൂർ. അപ്പോൾ ജാറും വ മജ്റൂർ, ഷിബു ജുംല, ഖബർ. അതിൻ്റെ ഖബർ സാലിക്ക എന്ന മുബ്തദിൻ്റെ ഖബർ. അപ്പോൾ മുബ്തദയും ഖബറും വന്നു, അതോടെ ജുംല മുഫീദയായി. അപ്പോൾ ജുംല മുഫീദ രണ്ട് ടൈപ്പ് ഉണ്ട്, ജുംല ഇസ്മിയ, ജുംല ഫീലിയ. അപ്പോൾ ഇത് ഫീലിയാണോ? അല്ല. കാരണം എന്താ? ഇത് ഇസ്മു കൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ജുംല ഇസ്മിയ. ഇനി അടുത്ത സെൻറ്റൻസിലേക്ക് പോകാം. ബൈത്തു താജിരി അമാമൽ മസ്ജിദി വ ബൈത്തു തബീബി ഖൽഫൽ മദ്രസത്തി. കച്ചവടക്കാരൻ്റെ വീട് മസ്ജിദിൻ്റെ മുന്നിലും ഡോക്ടറുടെ വീട് മദ്രസയുടെ പിന്നിലുമാണ്. അപ്പോൾ രണ്ടും ജുംല ഇസ്മിയാണ്. കാരണം ഇസ്മ കൊണ്ടാണ് തുടങ്ങുന്നത്, ബൈത്ത് ഇസ്മാണ്. അപ്പോൾ ജുംല ഇസ്മിയ. അപ്പോൾ ബൈത്തു എന്താ? അപ്പോൾ ഇവിടെ വീണ്ടും എന്ത് സംഭവിച്ചു? കച്ചവടക്കാരൻ്റെ വീട് എന്ന് വന്നു. അപ്പോൾ എന്താ? മുലാഫ്, മുലാഫിലി. അപ്പോൾ മുലാഫ് ഏതാ? ബൈത്തു. അപ്പോൾ മുലാഫിൻ്റെ നിയമങ്ങൾ എന്താ? അലിഫ്ലാം ഇടാൻ പാടില്ല, തൻവീൻ ഇടാൻ പാടില്ല. അപ്പം ബൈത്തു. പിന്നെ മുലാഫിലെ എന്താ? കസറായിരിക്കണം. അപ്പോൾ അത്താജിരി, മുലാഫിലെ മജ്റൂർ, കസറായി. അപ്പോൾ അതിന് നമുക്ക് ഹല്ല് ചെയ്യാം. പിന്നീട് അമാമ എന്താ? ലർഫ്. മുന്നിൽ, പിന്നിൽ എന്നൊക്കെ പറയുന്നതാണ് ലർഫ്. നമ്മൾ പഠിച്ചതാണ്. എല്ലാ ലർഫും ഇസ്മാണ്, എല്ലാ ലർഫും ഇസ്മാണ്. അപ്പോൾ ബൈത്തു എന്താ? മുബ്തദഉൻ മർഫൂൻ, അല്ലേ? നമ്മത്തിൻ്റെ അടയാളം കാണാം, ബൈത്തു. വഹുവ മുലാഫ്, അത്താജിരി മുലാഫിലെ മജ്റൂർ. പിന്നെ അമാമ എന്താ? അമാമ ലർഫ്. അപ്പോൾ ഇവിടെ ഈ ലർഫാണ് ഖബർ, ലർഫാണ് ഖബർ. ഇതാണ് മൂന്നാമത്തെ ടൈപ്പ് ഖബർ. അപ്പോൾ രണ്ടാമത്തെ ടൈപ്പ് ഖബർ നമ്മൾ പഠിച്ചിരുന്നു, അല്ലേ? അതേതാ? ഹർഫു ജർ വന്നാൽ, ഹർഫു ജർ, ഇസ്മു മജ്റൂർ, ജാറു വ മജ്റൂർ, ഷിബു ജുംല, ഖബർ. അതാണ് രണ്ടാമത്തെ ടൈപ്പ് ഖബർ. അപ്പോൾ അത് നമ്മൾ മുകളിൽ പറഞ്ഞില്ലേ, ലിത്താജിരീന്ന്. അതാണ് രണ്ടാമത്തെ ടൈപ്പ് ഖബർ. ഹർഫു ജർ, ഇസ്മു മജ്റൂർ, ജാറു വ മജ്റൂർ, ഷിബു ജുംല, ഖബർ. ഇതാണ് മൂന്നാമത്തെ ടൈപ്പ് ഖബർ, ലർഫ് ഖബറായിട്ട് വരും. അപ്പോൾ ആദ്യത്തെ ടൈപ്പ് ഖബർ ഒറ്റ വാക്ക്. ഏതാ ഒറ്റ വാക്ക് നമ്മൾ പഠിച്ചത്? ഹാദർ റജുലു താജിറുൻ. ഇതെല്ലാം മുന്നേ പഠിപ്പിച്ചതാണ്, ഞാൻ ജസ്റ്റ് ആവർത്തിക്കുകയാണ്. അപ്പോൾ ഇവിടെ താജിറുൻ ഒറ്റ വാക്കാണ്. അപ്പോൾ ഒറ്റ വാക്കിലുള്ള ഖബറാണ് ആദ്യത്തെ ടൈപ്പ് ഖബർ. രണ്ടാമത്തെ ടൈപ്പ് ഖബർ ലി താജിരി എന്ന് പറയുന്ന ഹർഫു ജർ പോലത്തെ വന്നാൽ, ഫീ, അല, ഇല, മിന്നൊക്കെ ഹർഫു ജർ വന്നാൽ അതിന് ശേഷം ഇസ്മു മജ്റൂർ വരും. അപ്പോൾ ഇവിടെ എന്താ? ലി താജിരി, താജിരിയാണ് ഇസ്മു മജ്റൂർ, കസറായി. അപ്പോൾ ഹർഫു ജർ, ഇസ്മു മജ്റൂർ, ജാറുമ മജ്റൂർ, ഷിബു ജുംല, ഖബർ. മൂന്നാമത്തെ ടൈപ്പ് ഖബറാണ് ലർഫ് വന്നാൽ. ഇപ്പോൾ ഇവിടെ അമാമ എന്ന് കണ്ടോ, അമാമ ലർഫാണ്. അപ്പോൾ അത് ഖബറാവും. ലർഫിന് ശേഷം ഇസ്മ വന്നാൽ, ഇപ്പോൾ ഇവിടെ ലർഫിന് ശേഷം ഇസ്മുണ്ടോ? ഇസ്മുണ്ട്, അമാമൽ മസ്ജിദി. അപ്പോൾ ലർഫിന് ശേഷം ഇസ്മ വന്നാൽ അതിന് മുലാഫിലെ മജ്റൂർ എന്ന് പറയും. അതിന് മുലാഫിലെ മജ്റൂർ എന്ന് പറയും. അപ്പോൾ ലർഫിന് ശേഷമുള്ള ഇസ്മിൻ്റെ അടയാളം എന്തായിരിക്കും? കസറായിരിക്കും. അപ്പോൾ അമാമൽ മസ്ജിദ എന്ന് പറയാൻ പാടില്ല, അമാമൽ മസ്ജിദു എന്ന് പറയാൻ പാടില്ല. പിന്നെ എങ്ങനെ പറയുള്ളൂ? അമാമൽ മസ്ജിദീനെ പറയുള്ളൂ. അപ്പോൾ ഈ സെൻറ്റൻസ് ഒന്നും കൂടി ക്ലിയർ ആക്കാം. ബൈത്തു മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ്, അത്താജിരി മുലാഫിലെ മജ്റൂർ, അമാമ ലർഫ് ഖബർ, അൽ മസ്ജിദി മുലാഫിലെ മജ്റൂർ. ഓക്കെ, ക്ലിയർ അല്ലേ? വാ ഹർഫ് അത്തഫ്. പിന്നെ ബൈത്തു തബീബി
ഖൽഫൽ മദ്രസത്തി. ഇതും ജുംല ഇസ്മിയാണ്. ബൈത്തു നമുക്കറിയാം മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ്, അത്തബീബി മുലാഫിലെ മജ്റൂർ. പിന്നെ ഖൽഫ അമാമൻ്റെ ഓപ്പോസിറ്റ് പിന്നിൽ, ഖൽഫ പിന്നിൽ, അമാമ മുന്നിൽ. അപ്പോൾ ഖൽഫിയാണ് ഇവിടെ ദർഫ്. അപ്പോൾ ദർഫ് എന്തായി? ഖബറായി. ദർഫ് എന്തായി? ഖബറായി. അപ്പോൾ നമുക്ക് മുബ്തദയും ഖബറും കിട്ടി. ബൈത്തു മുബ്തദ, ഖൽഫ ഖബർ. അപ്പോൾ ദർഫ് ഖബർ. ഇനി ദർഫിന് ശേഷം ഇസ്മുണ്ടോ? ഇസ്മുണ്ട്. അപ്പോൾ ഇസ്മിൻ്റെ അടയാളം എന്തായിരിക്കണം? കസറായിരിക്കണം. അതുകൊണ്ട് മദ്രസത്തി. അപ്പോൾ ഖൽഫൽ മദ്രസത്തി. മദ്രസയുടെ പിന്നിലാണ് ഡോക്ടറുടെ വീട്. മദ്രസയുടെ പിന്നിലാണ് ഡോക്ടറുടെ വീട്. അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇത് നല്ലോണം പഠിക്കുക. നമുക്ക് ഇവിടെ നിർത്താം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക.